ഈ മാസപ്പടി കേസ് എക്സാലോജിക്ക് ചെയ്തതൊക്കെ എല്ലാം നിയമപരമായിട്ടാണ്. തൻ്റെ സഹധർമ്മിണി ഒരു വലിയ പ്രൊഫഷണലാണ് എന്നൊക്കെയാണ് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി അല്പസമയം മുൻപ് വന്ന വാർത്തയാണ്. എന്ത് പ്രൊഫഷണൽ ക്വാളിറ്റി എന്നത് നമ്മൾ അന്വേഷിക്കുന്നില്ല, നമുക്കതിൻ്റെ കാര്യമില്ല. പക്ഷേ എക്സാലോജിക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, പവർ പോയിൻ്റ്, ടാലി, MS വേർഡ്, അംഗൻവാടി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും അതൊക്കെ ഉപയോഗിക്കാനും അറിയാം. എന്നിട്ട് എക്സാലോജിക്ക് എന്നുള്ള പേരും വെച്ച്, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരും വെച്ച് നമ്മുടെ കർത്തയ്ക്ക്, ശശിധരൻ കർത്തയ്ക്ക് CMRLന് ചെയ്തു കൊടുത്ത സേവനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എല്ലാം പ്ലാൻഡ് ആണെന്നാണ് പറയുന്നത്. ഭയന്നോടില്ല, രാഷ്ട്രീയമായി നേരിടും, എല്ലാത്തിനും ഈ രാഷ്ട്രീയമായി നേരിടും. അതായത് ഇന്നലെ ഈ റെയ്ഡോ മറ്റ് കാര്യങ്ങളോ ഉണ്ടായപ്പോൾ DYFIക്കാരുടെ വീടുകളിൽ ഒക്കെ തന്നെയാണ് റെയ്ഡ് നടത്തിയത്. മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളാണ്, അങ്ങോട്ടാരും വന്നില്ല. പക്ഷേ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഒരുപാട് പേർ അങ്ങോട്ട് ഓടിയെത്തി. DYFIക്കാരുടെ വീട്ടിൽ നടത്തിയിട്ട് ഒരു SFIക്കാരനോ ഒരു DYFIക്കാരനോ ഒരു ബാലസംഘക്കാരനോ പോലും അതിലേ പോയില്ല, ഒരു കാക്ക പോലും പോയില്ല. കാരണം അർദ്ധ സൈനിക വിഭാഗങ്ങൾ തോക്കുമായി നിൽപ്പുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായില്ല. റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥരെ തടയാൻ ശ്രമിച്ചില്ല. അതിനെ ഇളക്കി വിടാൻ വേണ്ടിയാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി എത്തുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു പൂട്ടാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ വലിയ ശിക്ഷയൊന്നും കിട്ടില്ലായിരിക്കും, പിഴയടയ്ക്കാമായിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ ജയിൽവാസമായിരിക്കും. എന്നാൽ പോലും ഇതൊരു പൂട്ട് തന്നെയാണ്. പേടിച്ചോടില്ല, ഞങ്ങളുടെ സ്വാധീനമില്ലാതെ തന്നെ ബിസിനസ് ചെയ്യാനുള്ള കഴിവ് വീണയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ എന്നുദ്ദേശിച്ചത് തൻ്റെയും തൻ്റെ അമ്മായിച്ചനായ പിണറായി വിജയൻ്റെയും എന്നതായിരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൻ്റെ സുഹൃത്തുക്കളുടെ അടക്കം വീടുകളിൽ റെയ്ഡ് നടത്തിയതിനോട് പ്രതികരിക്കുകയായിരുന്നു മുൻ മന്ത്രി. അതുപോലെ ഒന്നും ഒളിച്ചുവെച്ച് വീണ സ്ഥാപനം തുടങ്ങിയിട്ടില്ല. പക്ഷേ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് AKG സെൻ്റർ ആയിരുന്നു. എന്താ, ഇവർക്ക് വീടും കൂടിയൊന്നുമില്ലേ? എക്സാലോജിക്ക് വലിയ സെറ്റപ്പുള്ള കമ്പനിയല്ലേ, ഓഫീസില്ലേ? ബംഗളൂരിൽ ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സ് AKG സെൻ്റർ, പാളയം, തിരുവനന്തപുരം എന്ന അഡ്രസ്സാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് അസംബന്ധമായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത്. രാഷ്ട്രീയമായും നിയമപരമായും നടപടി സ്വീകരിക്കും, നിയമപരമായി സ്വീകരിക്കണം തീർച്ചയായിട്ടും കേട്ടോ. EDക്കെതിരെ കേസ് കൊടുക്കണം. കോളേജ് കാലം തൊട്ടുള്ള തൻ്റെ സുഹൃത്തുക്കളെ റെയ്ഡിൻ്റെ ഭാഗമായി രാവിലെ മുതൽ രാത്രി വരെ ചോദ്യം ചെയ്തു. നിയമപരമായും മാന്യമായും ബിസിനസ് ചെയ്യുന്നവരാണ്, അവരെ എന്തിനാണ് ചോദ്യം ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിപ്പം തൻ്റെ സഹധർമ്മിണിയുടെ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്തത് എന്തിന് എന്ന സ്വാഭാവികമായ സംശയമാണ് റിയാസ് ഉയർത്തിയത്. അത് സ്വാഭാവികം തന്നെ. അതിപ്പം പണ്ട് കാലത്ത് പറയാറുള്ളത് പോലെ ചന്ദനം ചുമന്നാൽ ചന്ദനം മണക്കും, ചാണകം ചുമന്നാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞതുപോലെ സ്വന്തം കൂട്ടുകാർ ആരായാലും ആ കൂട്ടുകാരുടെ പ്രവൃത്തി നമ്മളെ കൂടി ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പം കള്ളനോ മോഷ്ടാവോ ആയൊരു കൂട്ടുകാരൻ എനിക്കുണ്ടെങ്കിൽ ഞാനും അവനും കൂടെ ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടാൽ അതാ കള്ളൻ്റെ കൂടെ അവൻ പോകുന്നു എന്നേ പറയുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരം കട്ടും മോട്ടിച്ചും പണപ്പിരിവ് നടത്തിയും കൈക്കൂലി വാങ്ങിയും അഴിമതി നടത്തിയും കള്ളപ്പണം വെളുപ്പിച്ചുമൊക്കെ ഒരു കമ്പനി ആരുടെ മകളായാലും ആരുടെ സഹോദരിയായാലും ആരുടെ ഭാര്യയായാലും നടത്തിക്കൊണ്ട് പോയാൽ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അത് പരിശോധിക്കാൻ ED എന്നല്ല ഏത് ഏജൻസിയും ശ്രമിക്കും. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിയമപരമായും അല്ലാതെയും പല ഇടപാടുകൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട് എന്നുള്ള സംശയം വീണയുടെ ഡയറിയിൽ നിന്നാണ് കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. പിന്നെ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞത് നല്ല കാര്യം. EDക്കെതിരെ കേസ് കൊടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ ട്രൈബ്യൂണലിൽ എവിടെയാണെന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ED ഉദ്യോഗസ്ഥരെയൊക്കെ പിടിച്ച് അകത്താക്കണം. അവരെ ചോദ്യം ചെയ്യാൻ ഇനി ആര് വരും എന്നുള്ളതാണ് അടുത്ത കാര്യം. എന്തെങ്കിലും ആകട്ടെ, ഒളിച്ചോടില്ല എന്നൊക്കെ പറയുന്നു. ഇത്തരം ജൽപ്പനങ്ങളൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഒരുതരം രക്ഷപ്പെടലാണ്. ഇത് പിടിക്കപ്പെട്ടാൽ ഇതുവഴി റിയാസിലേക്കും പിണറായി വിജയനിലേക്കും പലതും എത്തിച്ചേരും. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. നമ്മൾ മണ്ണ് കുഴിക്കുമ്പം പല സാധനങ്ങളും കിട്ടും, കല്ലും കിട്ടും, കട്ടയും കിട്ടും, ഓടിൻ്റെ കഷ്ണം കിട്ടും, ചില്ലിൻ്റെ കഷ്ണം കിട്ടും. അതുപോലെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നീങ്ങുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരാനുള്ള സാധ്യതയും ഒക്കെ തന്നെ ധാരാളമായിട്ടുണ്ട്. അതിനെ DYFIക്കാരെയും SFIക്കാരെയും വിളിച്ചു കൂട്ടാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് റിയാസ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജീവനിൽ കൊതിയുള്ള DYFIക്കാരനോ SFIക്കാരനോ CITക്കാരനോ ഒന്നും ഇനി ED ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളെയോ തടയാൻ വരില്ല എന്ന ബോധ്യമുണ്ട്. അവരെ ഇളക്കിവിടാൻ വേണ്ടി കളിക്കുന്ന കളികളായിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ.